പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭ നിലവിൽ വന്നതോടെ കേരളത്തിൽ 2 മന്ത്രിമാരെയാണ് ലഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പിലും ജോർജ് കുര്യൻ ന്യൂനപക്ഷ പരിപാലനം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം തുടങ്ങിയ വകുപ്പിലുമാണ് മന്ത്രിയായത്. വകുപ്പ് വിഭജനത്തിൽ സഹമന്ത്രിയായി ചുമതല നൽകിയതിൽ ഇവർ അതൃപ്തരാണെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? കൃത്യമായ കണക്കുകൂട്ടലുകളും പദ്ധതികളോടും കൂടി തന്നെയാണ് മോദി ഇവരെ കേരളത്തിലേക്ക് അയക്കുന്നത്. അവർക്ക് ലഭിച്ചിരുന്ന വകുപ്പുകൾ തന്നെയാണ് ആ സത്യം നമ്മോട് പറയുന്നത്. സുരേഷ് ഗോപിക്ക് നൽകിയ വകുപ്പുകളിൽ പ്രമുഖ സ്ഥാനം ടൂറിസത്തിനാണ്. കേരളം പോലെ ടൂറിസം സാധ്യതയുള്ള ഒരു സംസ്ഥാനത്തെ ലോക ടൂറിസം മാപ്പിലേക്ക് അടുപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം തീർച്ചയായും ഉണ്ട്. എന്നാൽ അത് മാത്രമല്ല, വേറെ ചില കണക്കുകൂട്ടലുകളും മോദി സർക്കാരിനുണ്ട്. ഗോഡ് സോൺ കൺട്രി എന്ന പേരിൽ വിദേശങ്ങളിൽ അറിയുന്ന കേരളത്തെ ഇപ്പോൾ നയിക്കുന്നത് കേരളത്തിലെ ടൂറിസം മന്ത്രി റിയാസ് ആണ്. ഭാവി മുഖ്യമന്ത്രിയായി സ്വയം വിശ്വസിക്കുന്ന മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടാൻ ഇനി സുരേഷ് ഗോപിക്കാവും. കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ സ്വന്തം പേരിലാക്കി ഞെളിയാൻ ഇനി പഴയതുപോലെ സാധിക്കണമെന്നില്ല. ടൂറിസം മേഖലയിലെ കേരളത്തിലെ വികസനത്തിന് ഇനി സുരേഷ് ഗോപിയുടെ മുൻപിൽ ആശ്രിതനെ പോലെ നിൽക്കാനേ കേരളത്തിലെ ടൂറിസം മന്ത്രിക്ക് കഴിയൂ. ഫലത്തിൽ അധികാരം കൈയാളുന്ന ഒരു കുടുംബത്തിലെ ഇളമുറക്കാരനോട് ഏറ്റുമുട്ടാനാണ് സർവ്വസന്നാഹങ്ങളുമായി മോദി സുരേഷ് ഗോപിയെ കേരളത്തിലേക്ക് അയക്കുന്നത്. ഇളമുറക്കാരനിലൂടെ മോദി ലക്ഷ്യം വെക്കുന്നത് കുടുംബനാഥനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. അധികാര കേന്ദ്രങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്നും സിനിമയിലൂടെ കാണിച്ചു തന്ന സുരേഷ് ഗോപിക്ക് അതൊട്ടും പ്രയാസകരമല്ല. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കേരളം അത് നേരിട്ട് കണ്ടതുമാണ്. സുരേഷ് ഗോപിയുടെ കരിഷ്മയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എന്തായാലും റിയാസിനില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് റിയാസിന് തന്നെയാണ്. കേരള ടൂറിസം മന്ത്രിയായി വിരാജിക്കുകയും മറ്റ് മന്ത്രിമാരെ വിരൽത്തുമ്പിൽ നിർത്തുകയും 2ാം മുഖ്യമന്ത്രിയായി സ്വയം തീരുമാനിക്കുകയും ചെയ്ത റിയാസിന് ആശങ്കകളുടെ ദിവസങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും ഇനി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം തുടങ്ങിയ വകുപ്പുകളാണ് ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ മതവിഭാഗത്തെ കേന്ദ്രഭരണത്തിന്റെ തണൽ BJPയോട് കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് ജോർജ് കുര്യന് നൽകിയിരിക്കുന്ന ദൗത്യം. പിണറായി സർക്കാരിന്റെ മുസ്ലിം പ്രീണനത്തിൽ അനാഥരായിപ്പോയി ക്രിസ്ത്യൻ വിഭാഗം BJPയെ പിന്തുണച്ചതിന്റെ തെളിവാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. ക്രിസ്ത്യൻ മേഖലകളിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലുള്ള തീരദേശങ്ങളിൽ ഫിഷറീസ് മന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. ആ പ്രവർത്തനങ്ങളിലൂടെ BJPയോടുള്ള അവരുടെ അനുഭാവം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അനുകൂല സാധ്യതയെ പരിപോഷിപ്പിച്ചെടുക്കുക എന്ന കർമ്മമാണ് ജോർജ് കുര്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്കൊന്നും BJP ഉത്തരവാദിയല്ല. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ജോർജ് കുര്യൻ ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് തന്റെ ദൗത്യത്തെക്കുറിച്ച് ബോധവാനായതുകൊണ്ട് തന്നെയാണ്. മണിപ്പൂരിലെ സംഘർഷങ്ങളുടെ കാരണം ലോകം മുഴുവനുള്ള ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സ്ഥിരം ഏറ്റുമുട്ടലിന്റെ ഭാഗമാണ് എന്ന് തറപ്പിച്ച് പറയുന്നതോടെ ഇനി മണിപ്പൂർ വിഷയം ആരും ഉയർത്തിപ്പിടിച്ച് വരേണ്ടതില്ല എന്ന സന്ദേശമാണ് ജോർജ് കുര്യൻ നൽകുന്നത്. മോദി അയച്ച ഈ 2 കരിമ്പൂച്ചകളുടെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളാകും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം കേരളത്തിൽ നിശ്ചയിക്കുക.